അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ പുതിയ കെട്ടിടങ്ങളോ നിർമ്മിതികളോ ഒന്നുമല്ല. നിങ്ങൾ ഒരുപക്ഷെ കൊടുത്ത AC യോ ശീതീകരിച്ച ലാബൊന്നുമല്ല. ഒക്കെ വേണം കേട്ടോ, അത് വേണം ഒരു സ്കൂള്. ഈ കളിസ്ഥലം അല്ല. സ്കൂളിനെ സ്കൂളാക്കി മാറ്റുന്നത്, ആ വിദ്യാലയത്തിന് മഹിമയുണ്ടാവുന്നത്, പെരുമയുണ്ടാവുന്നത്, ആ സ്കൂൾ ആകാശത്തോളം വലുതാവുന്നത് ആ സ്കൂളിലെ വിദ്യാർത്ഥികളിലൂടെയാണ്. ഞാൻ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള പദയെ തെറ്റാന്ന് ഞാൻ പറയുന്നു. ചിരകാല വിദ്യാർത്ഥികൾ. എങ്ങനെയാണ് നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാവുന്നത്? സ്കൂൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൂർവ്വമില്ല. ഇപ്പം പഠിക്കുന്ന കുട്ടികളെ പോലെ തന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാ കാലത്തുള്ള വിദ്യാർത്ഥികളാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഒരു സ്കൂൾ വലുതാകുമ്പോൾ കുട്ടികൾ വലുതാകുന്നതിലൂടെയാണ്. നിങ്ങൾക്കറിയാലോ, രാമേശ്വരത്തുള്ള ഒരു ചെറിയ ഓലമേഞ്ഞ സ്കൂൾ, ഇപ്പൊ എന്റെ മേപ്പേര് സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ എന്നാട്ടോ പറയാം. ഗംഭീര ഗ്രൗണ്ടുകൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഞാനൊരു പരസ്യമായിട്ടില്ല, 4000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമല്ലേ, വലിയ സ്കൂളാണ്. പക്ഷെ ആ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് ഞാനോ ശ്രീജിത്ത് വിയൂരോ അവിടെയുള്ള കെട്ടിടമല്ല, അവിടുത്തെ മക്കളാണ്, അവിടെ പഠിച്ച ആളുകളാണ്. ഞാൻ പറയാൻ കാരണം, രാമേശ്വരത്തുള്ള ഓലമേഞ്ഞ ചെറിയ 2 മുറി സ്കൂളുണ്ട്. ഇപ്പൊ അത് ഓടിട്ടിട്ടുണ്ട്, വാർപ്പല്ലോ, AC ഒന്നുമില്ല. ദാറ്റ് സ്കൂൾ ഈസ് എൻ ഇന്റർനാഷണൽ സ്കൂൾ. എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ സ്കൂളിന്റെ വലിപ്പത്തിലല്ല, ആ സ്കൂളിലാണ് ലോകത്തിന്റെ ഭാരതം പ്രസവിച്ച പുത്രൻ APJ അബ്ദുൽ കലാം പഠിച്ചത്. APJ അബ്ദുൽ കലാം പഠിച്ചത് കൊണ്ട് രാമേശ്വരത്തിലുള്ള സ്കൂളിൽ നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇന്റർനാഷണൽ സ്കൂളാണ്. ഏത് ഡീം സ്കൂളിനേക്കാളും വലിയ സ്കൂളാണ് ആ ചെറിയ സ്കൂൾ. അത് ആ പഠിച്ച വിദ്യാർത്ഥിയിലൂടെയാണ്, വലിപ്പത്തിലല്ല. ഈ പയ്യോളി സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ അല്ലേ? പയ്യോളി സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ അല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ലോകത്തില് ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് ഒരു പെണ്ണിലൂടെയായിരുന്നു, ഒരു സ്ത്രീയിലൂടെയായിരുന്നു അല്ലേ? ആ സൗന്ദര്യം കൊണ്ടല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിറം, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്നുള്ള അർത്ഥമല്ല. ആ സ്ത്രീയിലൂടെ. അതാരാ? PT ഉഷയാണ്. PT ഉഷ പഠിച്ച സ്കൂൾ ഇന്റർനാഷണൽ സ്കൂളാ. VR സുധീഷ് മാഷ് പഠിച്ച സ്കൂൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഈ സ്കൂളിന്റെ വലിപ്പം അറിയണമെങ്കിൽ അത് വലുതായത് സുധീഷ് മാഷിലൂടെയാണ്, അത് വലുതായത് PT ഉഷയിലൂടെയാണ്. നമ്മളിലൂടെ വലുതായ സ്കൂളാണിത് അല്ലേ? പണ്ട് ജപ്പാനിൽ ഒരു ആരാധകൻ കത്തയച്ചത് PT ഉഷ എങ്ങനെ കത്ത് വന്നത്? ജപ്പാന്റെ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ ഇന്നാണെങ്കിൽ വാട്സപ്പിൽ നമ്പർ സംഘടിപ്പിക്കുകയായിരുന്നു. PT ഉഷയുടെ ആരാധന മൂത്തിട്ട് ജപ്പാനിൽ നിന്ന് ടോക്കിയോ ഒന്ന് കത്തയച്ചത് എങ്ങനെയാണ്? അഡ്രസ് അറിഞ്ഞൂടാ. കത്തിൽ തന്റെ പ്രേമം മുഴുവൻ കൂറിയിട്ടു. PT ഉഷയോടുള്ള സ്നേഹം, ഐ ലവ് യു ജപ്പാൻ ഭാഷയിൽ. PT ഉഷയുടെ ഭയങ്കര സ്നേഹം. എന്ത് ചെയ്യാൻ പറ്റും? അത് ഇവിടെ അറിയിക്കണ്ടേ? എങ്ങനെ കത്തയച്ചറിയാമോ? ഇല്ലെങ്കിൽ അവിടുത്തെ PT ഉഷ ഇന്ത്യ, PT ഉഷ ഇന്ത്യ, കേരളം, പയ്യോളി പോസ്റ്റ് ഒന്നുമില്ല, വീട്ടുപേരൊന്നും അറിഞ്ഞൂടാ. PT ഉഷ ഇന്ത്യ. ആ കത്ത് എങ്ങനെ വന്നെന്നറിയാമോ? ആ കത്ത് വന്നത് ഡൽഹിയിൽ വന്നു, ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നു, തിരുവനന്തപുരത്ത് കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വന്നു, അത് കൊയിലാണ്ടി എത്തി, അത് പയ്യോളി എത്തി, PT ഉഷയുടെ വീട്ടിലെത്തി. അത്രയും പ്രശസ്തയായ, പ്രഗത്ഭയായ ഒരു ഇന്ത്യ പ്രസവിച്ച മകളിലൂടെ പ്രശസ്തമായ ഇന്റർനാഷണൽ സ്കൂളാണിത്. ഞാൻ സൂചിപ്പിച്ചത് വേണ്ട, കൊയിലാണ്ടി ബോയ്സ് സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ. ആ ശ്രീജിത്ത് പേര് പഠിച്ചുകൊണ്ടല്ല. കൊയിലാണ്ടി ബോയ്സ് സ്കൂൾ ഇന്റർനാഷണൽ സ്കൂളാണ്. അവിടെയാണ് VR കൃഷ്ണയെ പഠിച്ചത്, പൂർവ്വ വിദ്യാർത്ഥി. അവിടെയാണ് മെട്രോമാൻ, ലോകത്തറിയപ്പെടുന്ന എഞ്ചിനീയർ മെട്രോമാൻ പഠിച്ചത്, ശ്രീധരൻ പഠിച്ച സ്കൂളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് ക്ലാസ് മുറി പറയാറുണ്ട്, നിങ്ങൾ ചെറുതാവുമ്പോ സ്കൂളും ചെറുതായി പോകും. നിങ്ങൾ ക്രിമിനൽ കേസിൽ പെട്ടിട്ട്, ലഹരിക്ക് അടിമപ്പെട്ടിട്ട്, മുടിയൊക്കെ ഇങ്ങനെ നീട്ടി ഈ എപ്പോഴും പോലീസ് സ്റ്റേഷന്റെ രക്ഷിതാക്കളെ കൂട്ടി ഇറങ്ങുമ്പോൾ ചെറുതായി പോകുന്നത് ഈ സ്ഥാപനം കൂടിയാണ്, ഞങ്ങൾ കൂടിയാണ്, അധ്യാപകർ കൂടിയാണ്. നിങ്ങൾ വലുതാവുമ്പോ ആ സ്കൂൾ ഓട്ടോമാറ്റിക്കായിട്ട് വരാം. അങ്ങനെയുള്ള ഒരു വലിപ്പത്തിൽ ഒരു തുള്ളിയായിട്ട് മാറാൻ കഴിയുന്നതിന്റെ ആത്മഹർഷം അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അത് ആ അർത്ഥത്തിൽ സ്വീകരിക്കുമ്പോൾ. കാരണം ഇത് ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ആൾദൈവങ്ങളുടെ സ്കൂൾ അല്ല ഇത്. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന, തട്ടം ഇട്ടവളും ഇടാത്തവളും അല്ലേ, മീൻസ് എല്ലാ വിഭാഗവും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന പൊതുവിദ്യാലയം ഇങ്ങനെ വലുതായി വരുമ്പോ അവിടെ നിങ്ങൾ കിണർ കൊടുക്കുമ്പോ കിണർ നിറയെ വെള്ളമല്ല കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അത് കല്ലും സിമെന്റും കൊണ്ട് മാത്രമല്ല, അത് സ്നേഹവും ആത്മാർപ്പണം കൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.